നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷങ്ങൾക്കിപ്പുറമാണ് ജയിൽ മോചിതനാകുന്നത്. സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചതാണെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതി നിശ്ചയിക്കണമെന്ന നിർദ്ദേശവും നടപ്പായതോടെയാണ് സുനിക്ക് പുറത്തേക്കുള്ള വഴിയൊരുങ്ങിയത്. കർശന ഉപാധികൾ അടങ്ങുന്നതാണ് ജാമ്യ വ്യവസ്ഥ. പ്രതി വിചാരണ കോടതി പരിധി വിട്ടു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, മറ്റു പ്രതികളുമായി ബന്ധപ്പെടരുത്, ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, സിമ്മിന്റെ വിവരങ്ങൾ നൽകണമെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട്. പൾസർ സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണം. പ്രതിയുടെ നടപ്പ് രീതി സംബന്ധിച്ച് എല്ലാ മാസവും 10-ന് പ്രൊബേഷണറി ഓഫീസർ റിപ്പോർട്ട് നൽകണം. പുറത്തിറങ്ങാൻ 2 ആൾജാമ്യവും 1 ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രതിയെ കർശന ഉപാധികൾ വെച്ച് മാത്രമേ ജാമ്യത്തിൽ വിടാവൂ എന്ന് പ്രോസിക്യൂഷൻ ആദ്യം തന്നെ നിലപാടറിയിച്ചിരുന്നു. സുനിയുടെ വിടുതൽ അതിജീവിതയുടെ സ്വകാര്യതയും സുരക്ഷയും ബാധിക്കരുത്, പ്രതിക്കും സംരക്ഷണം ഉറപ്പാക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് ജീവന് ഭീഷണിയുണ്ടാകാമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ തെളിവുണ്ടോ എന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ വാദം ഉന്നയിച്ചില്ലെന്നും ആരാഞ്ഞു. അതിനിടെ ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ച കേസിൽ കൂടി സുനിക്ക് ജാമ്യം കിട്ടി. 2017 ഫെബ്രുവരി 17-ന് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് നടിയെ സുനി ഉൾപ്പെടുന്ന സംഘം ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയത്. സംഭവം നടന്ന ദിവസങ്ങൾക്കിപ്പുറം കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ ബലം പ്രയോഗിച്ച് സുനിയെയും മറ്റും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് സുനി കൃത്യം ചെയ്തതെന്നാണ് പോലീസ് കുറ്റപത്രം. നടിക്ക് നേരെ ക്രൂരകൃത്യം നടത്തിയ സുനി പുറത്തിറങ്ങിയപ്പോൾ ഒരു സംഘം ജയ് വിളിച്ച് പുഷ്പവൃഷ്ടി നടത്തിയതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പേരിലായിരുന്നു ഇത് അരങ്ങേറിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.